എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ എത്ര ഉപവസിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും അല്ലെങ്കിൽ എത്ര നമ്മൾ എന്താ പറയുക ബൈബിളിലെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അനുവർത്തിച്ചിട്ടും ഒന്നും നമ്മളുടെ ജീവിതത്തിൽ വേണ്ടുന്നത്ര വിടുതലുകൾ ലഭിക്കാതെ അല്ലെങ്കിൽ നമ്മൾക്കൊരു പരിധി വിട്ട് ഉയരുവാൻ കഴിയാതെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലോട്ടൊക്കെ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ പലതും ഷെയർ ചെയ്യും അല്ലേ. എൻ്റെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണോ, ഇങ്ങനെ ആയതുകൊണ്ടാണോ, ഇനി ഇതിൻ്റെ കുറവാണോ, അതിൻ്റെ കുറവാണോ, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾക്കൊരു വിടുതലിലോട്ട് എത്തുവാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുവാൻ കഴിയാത്ത ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെ ഒരു റീസണെ കുറിച്ചാണ് ഞാൻ ഇന്നൊന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്തോട്ട് വരണം. അപ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്കൊരു ഇൻസിഡൻറ്റ് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവും രണ്ട് വ്യക്തികളുടെ മനോഭാവങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ മനോഭാവം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുവാനായിട്ട് പള്ളിയിലോട്ട് പോയി. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നത് പരീശൻ എന്നും മറ്റേയാളെ പറയുന്നത് ചുങ്കക്കാരൻ എന്നുമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ ടാക്സ് കളക്ടർ, ഇനി ഒരാൾ എന്താണ് അവിടുത്തെ ന്യായപ്രമാണങ്ങളെല്ലാം ഇങ്ങനെ അരച്ച് കലക്കി കുടിക്കുന്ന ആൾ. അതാണ് ഈ പരീശൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടാക്സ് കളക്ടർ, ചുങ്കക്കാരൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രണ്ട് വ്യക്തികളുടെ മനോഭാവത്തെക്കുറിച്ച് ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പരീശൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ആരാണ്? അവർക്ക് അവിടെ ആ ജൂയിഷ് ന്യായപ്രമാണങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതെല്ലാം അവർ പാലിക്കുന്നവരാണ്. പുറത്തും അകത്തും, അതായത് അവരുടെ ചർച്ചിനകത്തും ചർച്ചിന് വെളിയിലുമൊക്കെ അവർ ആ ന്യായപ്രമാണങ്ങളെ വല്ലാതെ ഫോളോ ചെയ്യുകയും അതിനകത്ത് പറയുന്നത് പോലെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളയും ഇട്ട് താടിയും മീശയൊക്കെ വടിച്ച് നമ്മുടെ ആഭരണങ്ങളൊക്കെ ഊരി എല്ലാ വിധത്തിലും പുറമെ നല്ല അതിൻ്റേതായ ഒരു ഇതിലാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് തന്നെയാണ് ജീവിക്കുന്നത്. ഇനി നമ്മുടെ അല്ലാതെ എടുത്താലോ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, കൊന്ത ചൊല്ലുന്നു തുടങ്ങിയ സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടർ. എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലും മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഇവിടുത്തെ പരീശൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജൂയിഷ് ന്യായപ്രമാണമെല്ലാം അരച്ച് കലക്കി അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പിന്നെ അതുകൂടാതെ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, സമൂഹത്തിൽ ഭയങ്കര സപ്പോർട്ട് അവർക്ക്. അപ്പോൾ നമ്മൾക്കറിയാം അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങിയാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും എപ്പോഴും പള്ളി പോവുകയും ഒക്കെ ചെയ്യുന്ന കാണുന്ന ആൾക്കാരെ കാണുമ്പം നമ്മളൊക്കെ ഇങ്ങനെ നോക്കും, എൻ്റെ ദൈവം ഇതൊക്കെ ദൈവത്തോടങ്ങ് അടുത്ത് നിൽക്കുന്നവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് നമ്മൾ വിലയിരുത്തും അല്ലേ. എന്നാൽ പുറമേ എപ്പോഴും പള്ളിയിലൊന്നും പോകാതെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യാത്ത, എന്നുവെച്ചാൽ അവർ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകും, നമ്മൾക്കറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ നമ്മൾ പുറമേ നോക്കി ആൾക്കാരെ വിലയിരുത്തും എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥം. ഓക്കെ, പുറമേ നോക്കി ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു കൂട്ടര്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരെ കുറിച്ച് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ. പുറമേ നല്ല ടിപ്പ് ടോപ്പ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇത് പറയുന്നത് പോലെ ഈ പരീക്ഷന്മാർക്കും ഭയങ്കര സപ്പോർട്ടാണ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ജൂയിഷ് പീപ്പിൾസ് നിൽക്കുന്നത്. അവർക്ക് സമൂഹത്തിൽ ഭയങ്കര വാല്യൂ ആണ്, അവർക്ക് ചർച്ചിൽ പോകുമ്പോൾ ഭയങ്കര വാല്യൂ ആണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. ഇനി മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് ചുങ്കക്കാർ. ഈ ചുങ്കക്കാരെന്ന് പറയുന്നത് ടാക്സ് കളക്ടർ. അപ്പോൾ എന്തിനാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? നമ്മൾക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇസ്രായേൽ മക്കൾ അവരെ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു അവരുണ്ടായിരുന്നത് അല്ലേ. ജീസസിൻ്റെ സമയത്തൊക്കെ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്താണ്, അവിടെ ആയവർക്കെല്ലാം എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അവരുടെ അടുത്ത് നിന്ന് ടാക്സ് ആര് കളക്ട് ചെയ്യുന്നുണ്ട്? ഈ റോമൻ സാമ്രാജ്യം, അതായത് റോമക്കാർ ഇവരുടെ അടുത്തുനിന്ന് ടാക്സ് കളക്ട് ചെയ്യും. അവർക്ക് ടാക്സ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, യേശു ക്രിസ്തുവിലെ പത്രോസിനോട് പറയുന്നുണ്ട്, എനിക്കും നിനക്കും പോയിട്ട് ടാക്സ് അടയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രായപൂർത്തിയായവർക്കൊക്കെ എന്താണ് അവിടെ ടാക്സ് കൊടുക്കേണ്ട ഒരു സമ്പ്രദായം അന്നത്തെ റോമൻ എംപവർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഈ ടാക്സ് കളക്ട് ചെയ്യുവാൻ ഇവരെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരെയാ? ഈ ജൂയിഷ് പീപ്പിളിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ടാക്സ് കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കൂട്ടരാണ് ഈ ചുങ്കക്കാരെന്ന് പറയുന്നത്, ടാക്സ് കളക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം നമ്മുടെ മത്തായി അല്ലേ, അപ്പോൾ മാത്യു ചാപ്റ്ററിൽ എഴുതിയ മത്തായി ആരാണ്? ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരൻ മത്തായി ആയിരുന്നു. മറ്റൊരു വ്യക്തിയെ നമ്മൾക്ക് കാണാം, ചുങ്കക്കാരനായ സക്കായിയെ നമ്മൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഈ ടാക്സ് കളക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ടാക്സ് കളക്ടേഴ്സിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവർ റോമാക്കാർക്ക് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യുക മാത്രമല്ല, അതിനകത്തുനിന്ന് ഇവരെന്താണ് അവർക്ക് വേണ്ടിയും കൂടി
ടാക്സ് കളക്ട് ചെയ്ത് മുക്കും. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ ചിലർ, എല്ലാവരും അല്ല, ചിലർ എന്താണ്, അവർക്ക് ഓൾറെഡി ഗവൺമെൻറ് അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കൈക്കൂലി മേടിച്ചിട്ടല്ലേ നിയമ സംവിധാനങ്ങളിൽ നിയമത്തെ മറിച്ച് കളയുന്നവരുണ്ട്, പോലീസുകാരല്ലേ, അവർ നിയമത്തെ മറിച്ച് കളയുന്നവരുടെ പൈസ മേടിച്ചിട്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പൈസ കൊടുത്താലേ അവർ കാര്യങ്ങൾ ചെയ്തു തരത്തുള്ളൂ. അതുപോലെ തന്നെ ചില എന്താ പറയുക റോങ് ആയിട്ടുള്ള ചില രീതികൾ, ചില പ്ലാനുകളൊക്കെ അപ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്താൽ അതൊക്കെ ഈസി ആയിട്ട് സാധിച്ചെടുക്കാം. ഇന്നത്തെ എന്തിനേറെ പറയുന്നത് നമ്മുടെ ഹോട്ടലുകളിൽ അല്ലേ, ഹോട്ടലുകളിൽ ഫുഡ് ഇൻഫെക്ഷൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വന്നു കഴിയുമ്പോഴത്തേക്കും ആര് വരും, ഈ ഫുഡ് ഇൻസ്പെക്ടർമാർ വരും. എന്നിട്ട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഈ പിടിച്ച ഹോട്ടലുകളൊക്കെ വീണ്ടും തുറക്കും. എന്തിനാ അത് വീണ്ടും തുറക്കണം, അവർ പൈസ കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യും, എന്നിട്ട് അവർ വീണ്ടും അത് തുറക്കും. ഇതുപോലത്തെ കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അന്നുമുണ്ട്, അതായത് ഈ ചുങ്കക്കാരുടെ കൂട്ടത്തിലുണ്ട്. അവരെന്താണ് ചുങ്കം ഇങ്ങനെ അനാവശ്യമായിട്ട് പിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ ഈ ജൂയിഷ് പീപ്പിൾ അതായത് ഈ ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് കാണുന്നത്, അവരെ കാണുന്നത് പാപികൾ എന്നാണ് കാണുന്നത്. അവരെ ചുങ്കക്കാരെ പാപികൾ എന്നുള്ളൊരു ഗണത്തിൽ അവിടെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രണ്ട് വ്യക്തികളുടെ ഒരു ഇൻട്രഡക്ഷൻ ഒന്ന് തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വ്യക്തികൾ എങ്ങോട്ട് പോയിരിക്കുക, പള്ളിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയിരിക്കുക. യേശുക്രിസ്തു പറഞ്ഞ ഉപമയാണ് കേട്ടോ. അപ്പോൾ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ പരീക്ഷൻ എവിടെയാണ് നിൽക്കുന്നത്, പുള്ളി പള്ളിയുടെ മുന്നിലോട്ടാണ് പോകുന്നത്. കാരണം പുള്ളി ഭയങ്കര വിശുദ്ധനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പള്ളിയുടെ മുന്നിൽ പോയി നിൽക്കാം. അപ്പോൾ ഈ എന്താ പറയുക, ഈ പാവങ്ങളൊക്കെ ആയിട്ടുള്ളവർ എവിടെ പോയി നിൽക്കും അല്ലേ, പള്ളിയുടെ ബാക്ക് സൈഡിലൊക്കെ പോയി നിൽക്കത്തില്ല, അല്ലെങ്കിൽ ആരും കാണാതെ ഏതെങ്കിലും മൂലക്കൊക്കെ പോയിരിക്കും. കാരണം അവർക്കറിയാം, ഞങ്ങൾ പാവങ്ങളാണ്, നമ്മൾ പാവികളാണ്, നമുക്കതുകൊണ്ട് മുന്നിലൊന്നും പോയിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് വിചാരിക്കുന്ന നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും, പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പുറകിലത്തെ സീറ്റൊക്കെ ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മളെ അവരാരും കാണണ്ട, ദൈവം മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു മൈൻഡുള്ളവർ അല്ലേ. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പോൾ ഈ ചുങ്കക്കാരൻ എങ്ങനെയായിരുന്നു, പുള്ളി ഏറ്റവും പുറകിലായിരുന്നു. കാരണം പുള്ളിക്കറിയാം പുള്ളി പാവിയാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാം, അതുകൊണ്ട് പുള്ളി ഏറ്റവും പുറകിലായിരിക്കുന്നത്. എന്നാൽ ഈ പരീക്ഷന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, പുള്ളി മുൻപിലോട്ടാണ് പോയിരിക്കുന്നത്. എന്നിട്ട് പുള്ളി അവിടെ പോയി നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് പറയുന്നത് എന്താ പറയുന്നത്, ഞാൻ 2 ദിവസം ഉപവസിക്കും, ഞാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ന്യായപ്രമാണങ്ങളൊക്കെ ഞാൻ അനുസരിക്കും, അങ്ങനെ ഞാൻ അതാണ് ഇതാണെന്നൊക്കെയുള്ള ഇൻട്രഡക്ഷൻ ദൈവത്തിന് കൊടുക്കുകയാണ്. എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ പുള്ളീനെ അങ്ങ് പൊക്കി അങ്ങ് പറയുകയാണ്. എന്നിട്ട് അത് അവിടെ കൊണ്ട് നിർത്തിയില്ല, പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ ചൂണ്ടിയിട്ട് പറയാം, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയൊന്നും അല്ല, അവൻ പാപിയായ ചുങ്കക്കാരനെ പോലെ ഒന്നും അല്ല ഞാൻ ആരുടെയും പൈസ തട്ടിച്ചെടുക്കുക, ആരുടെ അടുത്തുനിന്നും ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്ന ആളൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഭയങ്കര സെൽഫ് ഇൻട്രഡക്ഷൻ ഇങ്ങനെ അങ്ങ് പൊക്കി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഈ ചുങ്കക്കാരനായ മനുഷ്യൻ അവിടെ ഒന്നും പറയാൻ പോയില്ല. പുള്ളി എന്ത് പറഞ്ഞു, പുള്ളി അവിടെ പുറകോട്ട് നിന്ന് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കാൻ പോലും ഒരു യോഗ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറയുവാനായിട്ട് ഇടയായി. കാരണം പുള്ളിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നുമില്ല കർത്താവെ പറയുവാൻ, ആ ഒരു മനോഭാവം എന്ന് വെച്ചാൽ എനിക്ക് യോഗ്യതകളൊന്നുമില്ല, ഞാനൊരു പാപിയാണ്, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിച്ച് നിൽക്കുന്ന ഒരു മനോഭാവം. എന്നിട്ട് ദൈവം അവിടെ പറയുകയാണ്, ഈ 2 വ്യക്തികളിൽ അന്ന് നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലോട്ട് പോയത് ചുങ്കക്കാരനാണ്, ഈ പരീക്ഷനല്ല. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരും. കാരണം പരീക്ഷൻ്റെ കുറ്റങ്ങളൊന്നും അവിടെ പറയുന്നില്ല ദൈവം, പരീക്ഷൻ്റെ മനോഭാവത്തെ മാത്രമാണ് ദൈവം അവിടെ കുറ്റമായിട്ട് കണ്ടത്. 2 വ്യക്തികളിൽ ഒരാൾ നീതീകരിക്കപ്പെടുവാനുണ്ടായ കാരണം എന്താണ്, പുള്ളിയുടെ ആ മനോഭാവം, ആ താഴ്മയുടെ മനോഭാവം. മറ്റേ വ്യക്തിക്ക് ദൈവം നീതീകരണം കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ, പുള്ളിയുടെ ആ ഒരു മനോഭാവം. ഓക്കെ, അപ്പോൾ ഈ 2 മനോഭാവങ്ങളെ ദൈവം അങ്ങ് എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ദൈവം നമ്മൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്, നമ്മളുടെ മനോഭാവവും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഈ ലോകത്തിൽ പാപികളല്ലാത്ത ആരുമില്ല അല്ലേ. നമ്മളൊക്കെ ചെറുതും വലുതുമായ പാപങ്ങൾ വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാലൊക്കെ ചെയ്യുന്നവരാ. അത് മറ്റുള്ളവർ അറിഞ്ഞില്ല എങ്കിൽ പോലും ഇനി എന്താണ്, അത് ദൈവം അറിയുന്നുണ്ടല്ലേ. എനിക്കും എൻ്റെ ദൈവത്തിനുമാ ശരിക്കും എന്നെ അറിയാവുന്നതല്ലേ. എനിക്ക് എന്നെ കഴിഞ്ഞ് നന്നായിട്ട് എന്നെ അറിയുന്നത് ആർക്കാം, ദൈവത്തിന്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളുടെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കണം, ഈ ചുങ്കക്കാരനെ പോലെയുള്ള മനോഭാവമായിരിക്കണം എന്നാണ് ദൈവം അവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റ് പരീക്ഷൻ്റെ മനോഭാവമായിട്ട് നമ്മൾ എത്ര വിശുദ്ധരാന്ന് പറഞ്ഞിട്ട് വിശുദ്ധരായിട്ട് ജീവിച്ചാലും ആ ഒരു മനോഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല, ദൈവത്തിൻ്റെ ആ ഒരു ഫേവർ നമ്മൾക്ക് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കത്തില്ല എന്ന് ദൈവം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി 2ാമത്തെ പരീക്ഷൻ്റെ മറ്റൊരു സ്വഭാവം എന്താണ്, പുള്ളീനെ പൊക്കി പറയുക മാത്രമല്ല ചെയ്തത്, അവിടെ നിൽക്കുന്ന ചുങ്കക്കാരൻ്റെ നേരെ കൈ ചൂണ്ടിയല്ലേ, ചുങ്കക്കാരനെ പോലെ ഞാൻ പാപിയല്ല എന്നുള്ള കാര്യം കൂടി പുള്ളി അങ്ങ് പറയുവാനായിട്ടിടയായി. അപ്പോൾ ദൈവം അതും വെറുക്കുന്നതാണ്. എന്ന് വെച്ചാൽ മറ്റൊരാളെ
അതായത് ആ ചുങ്കക്കാരനെ അതുപോലെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ കുറ്റം വിധിക്കുവാൻ നമ്മൾക്ക് അധികാരമില്ല. എന്ന് വെച്ചാൽ ആ വ്യക്തി അവനിങ്ങനെയൊക്കെ ജീവിക്കുന്നതല്ലേ, അതൊക്കെ ദൈവത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കേസ് കിട്ടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിടുമല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ പറയും, അവരുടെ ഡ്രസ്സിങ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ കൊണ്ടൊക്കെ നമ്മൾ അവരെ അങ്ങ് കുറ്റം വിധിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു കാര്യമാണ്, രോഗികളാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവർ പാവികളായതുകൊണ്ടാണ് രോഗം വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അങ്ങ് മാറ്റി നിർത്തും. അല്ലെങ്കിൽ അവർ ഒത്തിരി കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്നെങ്കിൽ നമ്മളെന്ത് പറയും, അവരെന്തോ വലിയ പാപം ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ പാപം ചെയ്തിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇവിടെ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, ഒന്ന് നമ്മളുടെ മനോഭാവം ദൈവത്തിന് മുൻപിൽ താഴ്മയുള്ളതായിരിക്കണം. രണ്ട്, നമ്മൾ മറ്റുള്ളവരെ കൈ ചൂണ്ടി അവരുടെ കുറവുകളെ ദൈവത്തിനോട് പറയുവാനായിട്ട് നിൽക്കണ്ട. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ദൈവമേ ഞാൻ ഇതാണ്, നമ്മളെ മാത്രം നോക്കിയാൽ മതി എന്നാണ് അവിടെ ദൈവം പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടിയുണ്ട്. ഈ പത്രോസിനോട് ദൈവം പറയുന്നുണ്ട്. പത്രോസ് പുറകെ വരുന്ന യോഹന്നാനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇവൻ്റെ കാര്യം എന്താകുമെന്ന് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന് മുഷിച്ചിൽ വന്നു. യേശുക്രിസ്തു അന്നേരം പത്രോസിനോട് പറഞ്ഞു, ഞാൻ വരുന്നിടം വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്താ, നീ നിൻ്റെ കാര്യം നോക്കുക എന്ന് വെച്ചാൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യ്, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ദൈവം ഏറ്റവും കൂടുതൽ ദൈവത്തിന് താല്പര്യമില്ലാത്ത എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു ഫേവർ നമ്മളുടെ അടുത്തേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് മനോഭാവങ്ങളെയാണ് ഇവിടെ ദൈവം ഒന്ന് എടുത്തു കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും ഉള്ള ഒരു മനോഭാവം, അതായത് ഞാൻ ഭയങ്കര വിശുദ്ധനാണ് എന്നുള്ളൊരു മനോഭാവം. രണ്ടാമത്തത് മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനോഭാവം. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ അനുഗ്രഹത്തിന് തടസ്സമാകും, അല്ലെങ്കിൽ നമ്മളുടെ നീതീകരണത്തിന് തടസ്സമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഓർക്കുക, ഈ രണ്ട് കൂട്ടരിൽ നമ്മൾ പെടുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ രണ്ട് കാറ്റഗറിയിൽ, ഈ രണ്ട് സ്വഭാവമുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകുക. ദൈവമേ, ഞാൻ ഇത്രയേ ഉള്ളൂ അല്ലേ. എത്ര നമ്മൾ വിശുദ്ധൻ്റെ വേഷം കെട്ടിയാലും, എത്ര നമ്മളെ ന്യായീകരിക്കുവാനായിട്ട് ശ്രമിച്ചാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലേ. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് മറ്റുള്ളവരെയും നമ്മൾക്ക് കുറ്റം വിധിക്കുവാനായിട്ട് പറ്റത്തില്ല. അവർ പെർഫെക്റ്റ് ആകണമെന്ന് നമ്മൾക്ക് ക്ഷണിക്കുവാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. കാരണം അവരുടെ കാര്യം തീരുമാനിക്കുന്നത് അത് അവരും ദൈവവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് അവരെ നീതീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനത്തിൽ പെടുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെയും നോക്കണ്ട, മറ്റുള്ളവരുടെ പോരായ്മകളെയും നോക്കണ്ട, നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനും നടക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ, ഞാൻ ഇതാണ് കർത്താവേ. ആ ഒരു മനോഭാവം. ഒപ്പം നമ്മളുടെ കൂട്ടു സഹോദരങ്ങളിൽ നമ്മൾക്ക് ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. നമ്മൾ ചിലപ്പോഴല്ലേ ചിലരെ നമ്മളങ്ങ് മുൻവിധിയോടെ കാണും. അവരങ്ങനെ ചെയ്യുന്നവരായിരിക്കും, അവരിങ്ങനെ ചെയ്യുന്നവരായിരിക്കും, അവരങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മനോഭാവമൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ അതൊന്നും വരണ്ട എന്നും ദൈവം പറഞ്ഞിരിക്കുകയാണ്. കാരണം ദൈവത്തിനെ ഓരോരുത്തരുടെ ഹൃദയത്തെയും ഉൾപ്പുകളെയും അറിയത്തുള്ളൂ. ഒന്നും. ഇനി രണ്ടാമത്തെ കാര്യം ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്രതികാരം ചെയ്യണ്ട, അത് ദൈവത്തിന് വിട്ടേക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാനും പോകണ്ട, നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനും പോകണ്ട, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം നമ്മളെ ഉയർത്തുവാൻ, നമ്മൾക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ് ഞാൻ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കാരണം നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നതല്ലേ. കാരണം മറ്റുള്ളവർക്ക് അറിയത്തില്ല. മറ്റുള്ളവർ വിചാരിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ നമ്മളുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. നമ്മളെന്താണെന്ന് നമ്മൾക്കറിയാം. അതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് ദൈവത്തിനറിയാം അല്ലേ. നമ്മളുടെ മനോഭാവങ്ങൾ വരെ, നമ്മളുടെ ചിന്തകൾ, ഒരു നിമിഷം മിന്നിമറയുന്ന ചിന്തകളിൽ വരെ നമ്മൾ ആരാണ് എന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും താഴ്മയുള്ള ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകണം. അതാണ് ഈ വചനം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ചുങ്കക്കാരൻ്റെ മനോഭാവം. ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ ആ ഒരു തിരുസന്നിധിയിലോട്ട് നോക്കുവാൻ പോലും അവന് ധൈര്യമില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നൊരൊറ്റ വാക്കേ പുള്ളിക്ക് പറയാനുള്ള. പുള്ളി അത് പറഞ്ഞപ്പം നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലോട്ട് പോകുവാനായിട്ടിടയായി. അപ്പോൾ ആ ഒരു ഗണത്തിൽ നമ്മൾ പെടുവാൻ, എന്ന് വെച്ചാൽ ആ ഒരു മനോഭാവമുള്ള ഗണത്തിൽ നമ്മൾ പെടുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.